ഈ പള്ളിയുടെ പേര് സാന്ത ജുസ്റ്റീന എന്നാണ്. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളുടെ അടവാപ്പള്ളിയിൽ തിങ്കളും വെള്ളിയും ഞായറും ഒഴികെ മോർണിംഗ് മാസില്ല. അതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഒരു പള്ളിയിൽ വരാമെന്ന് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് പള്ളിയുടെ പുറകിൽ ഈ ഈശോ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കർണാടക ഈശോയാണ്. ഇവിടെ ഇറ്റാലിയനിൽ എഴുതിയിരിക്കുന്ന ജേസു ഉഫാം തോബിയ എന്നോ അത് പോളിഷാണ്. ജേസു കോൺഫിഡോ ഇൻ തെ, യേശുവെ ഞാനങ്ങൾ ശരണപ്പെടുന്നു. ഇവർ പോളണ്ടിൽ 22-ാം തീയതി ഫെബ്രുവരി 31 സെയിൻറ്റ് ഫൗസ്റ്റീനയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ രീതിയിൽ എന്നും പറഞ്ഞിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ പള്ളിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, വളരെ ഭയഭക്തിയുള്ള ആൾക്കാരാണ് ഇവിടെ. കുർബാനയ്ക്ക് വന്നാലും നമുക്കൊരു നല്ലൊരു ഒരു ശാന്തി സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പള്ളി. ഇവിടെ വന്നപ്പോൾ ഒരു പരിപാടി ഉണ്ടായി. ഞാൻ 8:30-ക്കാണ് കുർബാന. 8:30 ആകാനായിട്ട് 5 മിനിറ്റ് ഉണ്ട്. അപ്പം ഞാനിവിടെ എത്തി. ഒരു ബസ്സൊക്കെ കയറി കുറച്ച് 5-6 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങി ഇവിടെ വന്നു. നോക്കുമ്പോൾ ആൾക്കാരാരുമില്ല. എനിക്കൊരു വിഷമം. അപ്പോൾ 2-3 പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇൻഡിവിജ്വലായിട്ട്. അപ്പോൾ ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്, ഇന്ന് കുർബാനയില്ലെന്ന് ചോദിച്ചപ്പോൾ പറയല്ലേ, അച്ഛൻ റോമിന് പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഇന്നും നാളെയും കുർബാനയില്ലെന്ന്. ഈ ജൂബിലിയുടെ ഈ സംഭവം ആയതുകൊണ്ട് അച്ഛന്മാരെ റോമിലോട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അതാണ്. പക്ഷേ സാരമില്ല, ഇവിടെ വന്നൊരു കർണക്കൊന്ത ചൊല്ലി, അല്ലെങ്കിൽ തന്നെ ഞാൻ സാന്റ് ഫൗസ്റ്റീനയുടെ മടഞ്ചാപ്പലിൽ നിന്നുള്ള കുർബാനയും കൊരട്ടി സെൻറ്റ് ആൻ്റണിയുടെ പള്ളിയിൽ നിന്നുള്ള കുർബാനയും കണ്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയുണ്ട്, ഇടവപ്പള്ളിയിൽ. അപ്പോൾ അവിടെ കാണാൻ പോകാം. കാരണം ലണ്ടൻ സീസൺ ആയതുകൊണ്ട്, നോമ്പ് കാലം ആയതുകൊണ്ട് ഒരു കുർബാന പോലും ഒരു രീതിയിലും മുടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓൺലൈൻ കാണുന്നത് അതൊരു സന്തോഷം തന്നെയാണ്. കാരണം എനിക്ക് പല സ്ഥലത്ത് നിന്ന് ആഡറേഷനൊക്കെ കാണാൻ പറ്റും. പക്ഷേ പേഴ്സണലായിട്ട് ഇൻറ്റിമേറ്റായിട്ട് ഈശോയെ എൻ്റെ ശരീരത്തിലും ആത്മാവിലും സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആനന്ദം തരുന്ന കാര്യം. 1-2 അമ്മാമ്മമാരുടെ ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ ഈശോ ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. നമ്മുടെ തിരുഹൃദയമാണ്. നല്ല ഒരുവിധം വലിയ പള്ളിയാണ്, കണ്ടില്ലേ. ഇതിപ്പോൾ ഇതരുടെ സൈഡ് ഓൾട്ടറാണ്. ഈശോയുടെ തിരുഹൃദയം ഇവിടെ ഉണ്ട്. വണ്ടർഫുൾ. എൻ്റെ വലിയ പ്രിയപ്പെട്ട ഇമേജാണിത്. ഇതൊരു സ്റ്റാച്ചു ആയിട്ടാണുള്ളത്. തിരുഹൃദയം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ അതിൻ്റെ നേരെ എതിർവശമാണ് കാണുന്നത്. അപ്പം അത്രയും നമ്മുടെ ഒരു നാട്ടിലെ ഒരു ചെറിയ പള്ളിയുടെ ഒരു ഇതാണുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയുള്ള ലൈറ്റാണ്. ഇവിടെ നേർച്ച ഇടണം. നേർച്ച ഇവിടെ ഇട്ട് കഴിയുമ്പം ഇവിടെ നമുക്കിതിൻ്റെ കൂടെ നമുക്ക് തിരി മേടിക്കാൻ കിട്ടും. അത് നമ്മളെടുത്ത് ഇതിനകത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് കത്തും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇലക്ട്രിസിറ്റിയാണ്. ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ അത് ഓഫായി. ഇതൊരു സർട്ടൻ നമ്മൾ ഇടുന്ന പൈസയുടെ അനുസരിച്ചിട്ട്, ഇപ്പോൾ 1 രൂപയാണോ 2 യൂറോയാണോ, അത് നമ്മളനുസരിച്ചിട്ട് ആ ടൈമിലാണ് അത് കത്തുന്നത്. ടൈം കഴിയുമ്പോൾ തന്നെ അത് കെട്ടുപോകും. സാന്ത ജുസ്റ്റീന എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ചെറിയൊരു കപ്പേള പോലെയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സാന്ത ജുസ്റ്റീന. ഇതാണ് വിശുദ്ധ ജുസ്റ്റീന എന്ന് പറയുന്ന വിശുദ്ധ. ഇത് നമുക്ക് ആരാന്ന് പറഞ്ഞറിയിക്കണ്ടല്ലോ, സെൻറ്റ് റീറ്റ. ഇത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സെയിൻറ്റ് ആൻ്റോണിയോ. ഇത് അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഇരിക്കുന്നു. ഇന്ന് ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്. ഇത് വേറൊരു അമ്മ ത്രേസ്യയാണെന്ന് തോന്നുന്നു.
ലിറ്റിൽ ഫ്ലവർ അത് തന്നെ മദ്രസയിൽ. ഇത് അസീസി പുണ്യാനാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പള്ളിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിലെ മെമ്പേഴ്സിനോടാണ് ഞാൻ പറയുന്നത് പ്രത്യേകമായിട്ടും. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാം കൂടെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പള്ളിമുറ്റം വളരെ മനോഹരമാണ്. ഇവിടെ ഈ വീൽ ചെയറിലുമായിട്ട് വരുന്ന ആൾക്കാർക്ക് കയറി വരാനുള്ള സംവിധാനം ഇവിടെ നിർബന്ധമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഈ പള്ളിയുടെ മുറ്റം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ഈ കാരിത്താസിൻ്റെ ഒരു മെയിൻ ഓഫീസ് ഇതായ ഇടത്ത് സൈഡിൽ നിന്ന് ആ മനുഷ്യൻ വരുന്നതിൻ്റെ നേരെ എതിർവശത്താണ്. പിന്നെ ഇങ്ങപ്പുറത്ത് അച്ഛന്മാരുടെ മേടയാണ്. ഇത് 2 ഒലിവ് മരങ്ങളാണ് നിൽക്കുന്നത്. അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഒലിവ് മരം എന്ന് ഈ പറയുന്നത്. അപ്പോൾ ഈ വർഷം ഈ അടുത്ത മാസമാണല്ലോ ഒലിവ് ശാഖം പിടിച്ചുകൊണ്ടുള്ള കർത്താവിനുള്ള എതിരേൽപ്പ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണത് ഒരു 700 yearsൊക്കെ പ്രായമായിട്ടുള്ള ഒലിവായിരിക്കും. അതവർ ചില രീതിയിൽ കട്ട് ചെയ്ത് ഒക്കെ നിർത്തുന്നതാണ്. ഈ മരം ഇങ്ങനെ ഇരിക്കുമ്പം തന്നെ നമുക്കറിയാം ഇതിനകത്ത് ഒക്കെ ഇത് കണ്ടോ, ഇത്രയും ഹോൾസൊക്കെ ഉണ്ട്. ഇത്രയും ഹോൾസൊക്കെ വരണമെങ്കിൽ എന്തോരം വർഷം എടുക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. ഇതാണ് ഒലിവ് മരം എന്ന് പറയുന്നത്. ഈ പള്ളിയുടെ മുൻവശത്ത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. കാണാനുണ്ട്, നല്ലതാണ്, നല്ല രസമുണ്ട്. കൊണ്ടുവന്ന് ഇങ്ങോട്ട് കാറുകൾ കൊണ്ടൊന്ന് വരാതിരിക്കാനായിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ടുള്ളത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത ഒലിവാണ്. ഇത് പള്ളിയുടെ വാതിലാണ്. ഒന്ന് കാണിക്കാം നമുക്ക്. ഒരു കാറ് കൊണ്ടുവന്ന് നേരെ മുന്നേസിട്ട് ഇതാണ് ഇവിടുത്തെ ആ പള്ളിയുടെ. ഇതിൻ്റെ വാതിൽ വളരെ മനോഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ മിക്ക പള്ളികളുടെയും ഇത് 2ാമത്തെ ഒലിവ് മരമാണിത്. ഇപ്പോൾ കായ്കൾ ഇപ്പോൾ വിൻ്ററാണല്ലോ, തണുപ്പ് കാലം ആയതുകൊണ്ടാണ് കായ്കളില്ല. അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഇത് പൂത്തു തുടങ്ങും. ഇതിനകത്തുനിന്ന് ഒലിവെണ്ണ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കായിൽ നിന്നാണ്. ഇവിടുത്തെ ഈ പള്ളികളുടെയൊക്കെ ഡോറ്, ഇത് മെയിൻ ഡോറാണ്, ആനവാതിലാണ്. ഇതാണ് അതിൻ്റെ കാണാനായിട്ടുള്ളത്. അത് മറ്റേ ഡോറ്. ഇത് ഞാനിപ്പോൾ ഇറങ്ങി ഇങ്ങോട്ട് വന്ന സ്ഥലം. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിമണി പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള സംവിധാനം. അതാണ് കാരിത്താസിൻ്റെ 1915 ഈ സെയിൻറ്റിൻ്റെ ഇതാണ് ഇരിക്കുന്നത്. 1945. ഇവിടെ ചൊവ്വാഴ്ച ആകുമ്പം ധാരാളം പാവപ്പെട്ട ആൾക്കാർ, റെഫ്യൂജീസ് ഒക്കെ വന്നിട്ട് അവരെല്ലാം സഹായിക്കാനായിട്ട് പൈസ മെയിനായിട്ട് അങ്ങനെ കൊടുക്കുന്നതായിട്ട് അറിയില്ല. പൈസ കൊടുക്കില്ല. അതിന് ഡയറക്ടർ, ഇവിടെ ഓൾ ഇറ്റലിയിലെ ഡയറക്ടറുണ്ട്, അവരോടൊക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ല, പൈസയായിട്ട് കൊടുക്കില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ ഓഫീസ്, കാരിത്താസിൻ്റെ. അപ്പം ഇവിടെ വന്നാൽ അവർ റെഫ്യൂജീസ് വരുമ്പോൾ ഇവിടെ ഭാഷ വ്യത്യാസമാണല്ലോ. അപ്പോൾ ഫ്രീ ആയിട്ട് അവിടെ ഇതിൻ്റെ അപ്പുറത്ത് ആ പള്ളിയുടെ മറ്റൊരു ഡോറിൽ കൂടെ പോയാൽ ഒരു ഫ്രീ ആയിട്ടൊരു സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ ഇറ്റാലിയൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. ഈ ഒരു വഴിക്ക് ഉള്ളത് പേര് കൊടുത്തിരിക്കുന്നത് കാണാം, പിയാസ സാന്ത ജുസ്റ്റീന ആണ് നമ്മുടെ പള്ളിയിലെ പേട്രൺ. ഒക്കെ ഈ പള്ളിയിൽ കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് സംഭവം. പിന്നെ ഇതിലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ
മെയിനായിട്ടുള്ള റോഡിലോട്ട് നമ്മൾ ചെല്ലും. അതാ അവിടെ. ഇപ്പോൾ ഈ ട്രീസ് എല്ലാം ഉണങ്ങി നിൽക്കുകയാണ്. അടുത്ത മാസം തുടങ്ങി ഇതിനൊക്കെ ഒരു പച്ചപ്പ് വരും. കാരണം വിൻ്ററിലെ അവയെല്ലാം പൊഴിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് മനോഹരമാണ്. പക്ഷേ ഇങ്ങനെ കാണുന്നതും അതും ഒരു സന്തോഷമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു സംഭവം. അതെ വാടാ. ഓ ഇത് കണ്ടോ? അയ്യ നാരങ്ങ. അത് ശരി. ഇതൊരു ഗാർഡൻ നഴ്സറിയാണ്. ഫ്ലവേഴ്സ് മേടിക്കും. ഫ്ലവർ ഷോപ്പും കൂടെയാണ്. എന്തുമാത്രം നാരങ്ങ! ഇല കാണാതെ നാരങ്ങ. വണ്ടർ. ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോയാൽ നല്ലതായിരുന്നു. ഇത് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. ഇതിപ്പോൾ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ.